ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഫോട്ടോഷോപ്പിൽ ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഒബ്ജക്റ്റ് എങ്ങനെ റിമൂവ് ചെയ്യണം നോക്കാം. ആദ്യം നമുക്ക് ഫോട്ടോഷോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അവിടെ ഫോട്ടോഷോപ്പ് ഇതിപ്പോൾ ഞാനൊരു ഫോട്ടോ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫോട്ടോയിൽ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യണത് അതെങ്ങനെയാണ് നോക്കാനാണ് പറയുന്നത്. കുറച്ച് വഴികളുണ്ട്. ഇപ്പോൾ നമുക്ക് രണ്ട് വഴി നമുക്ക് നോക്കാം. അത് നമുക്ക് ഇതിലൊന്ന് ആദ്യം സെലക്ട് ചെയ്യണം, അതായത് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതിൽ ലാസോ ടൂൾ എടുക്കുന്നത് സെലക്ട് ചെയ്യുന്ന കുറേ ഇത് മൊത്തം സെലക്ട് ചെയ്യുന്ന ടൂൾസാണ്. അപ്പോൾ നമുക്ക് ഞാനിത് ലാസോ ടൂൾ എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ അതിൻ്റെ ചുറ്റും ഈ നിഴൽ ഉൾപ്പെടെ അതിൻ്റെ ഷാഡോ ഉൾപ്പെടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. അതിനുശേഷം ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ എഡിറ്റിൽ പോകാം. എഡിറ്റിൽ പോയിട്ട് കണ്ടന്റ് അവെയർ ഫീൽ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ കൊടുക്കാം. അപ്പോൾ നമുക്കൊരു പ്രിവ്യൂ വരെ വന്നിട്ടുണ്ടാവും. കുറച്ച് ലോഡിങ് ടൈം എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അത് പ്രിവ്യൂ നമുക്ക് പോയതിൻ്റെ ഇതുണ്ട്, പക്ഷേ അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല. അപ്പോൾ അതിന് നമുക്ക് മൂവ് ചെയ്തിട്ട് ഇവിടെ ഡീസെലക്ട് ചെയ്യാനുള്ള മൈനസ് ചിഹ്നമുണ്ട്, സെലക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ എക്സ്ട്രാ കുറച്ച് കളറൊക്കെ ഇതിൽ ഇവിടെ വന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഡീസെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ കളറൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് ഈ വാട്ടറിൻ്റെ കളർ മാത്രം മതി. അതാണ്. അപ്പോൾ നമുക്ക് മാറി മാറി വരുന്നുണ്ട്. പച്ച കളറൊക്കെ ആഡ് ആയിക്കൊണ്ടാണ് അത് അങ്ങനെ ഒരു പ്രത്യേകതരം ഷാഡ്. ഈ വൈറ്റ് കളറൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ഈ വാട്ടറിൻ്റെ കളർ മാത്രം മതി. ഇവിടെ നിന്ന് ഇപ്പോൾ അതൊന്നും മാറി മാറി വരുന്നുണ്ട്. ഒന്ന് ഷാഡോ കുറച്ച് ഇവിടെ നിന്ന് എവിടെയൊക്കെ ഫിൽ ആയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. തൽക്കാലം നമുക്ക് വെള്ളത്തിൻ്റെ കളർ മാത്രം മതി. ഇവിടെ നിന്ന് ഈ ഒരു ഡാർക്ക് കളറൊക്കെയാണ് കാണിക്കുന്നത്, അതൊന്നും നമുക്ക് വേണ്ട. ഇനി നമുക്ക് ഏകദേശം ഒരു ഇതുപോലെ ഉണ്ട്. ഇവിടെ നമുക്ക് കൂടുതൽ വൈറ്റ് നമുക്ക് ആഡ് ചെയ്യാം, അതൊന്നും വിഷയം. കാരണം നമുക്ക് കുറച്ചും കൂടി ഒരു ഇത് ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതുപോലെ തന്നെ ആയിട്ടുണ്ട്, ഫിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കണ്ടന്റ് അവർ ഫില്ലിൽ നമുക്ക് കുറച്ച് ഡിഫോൾട്ട് സെറ്റിംഗ്സ് മിറർ ന്യൂ ലെയർ ആക്കിയിട്ട് എടുക്കണോ അതോ എന്താണ് സെപ്പറേറ്റ് ഈ ഫോട്ടോയിൽ കറണ്ട് ലെയറിൽ ഇത് നമുക്ക് ന്യൂ ലെയർ ആക്കി കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്, അതാണ് നമുക്ക് നോക്കുന്നത്. ന്യൂ ലെയർ ആക്കിയിട്ടുള്ള ഈ നമുക്ക് അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ഇപ്പോൾ ഓഫാക്കി വന്ന സാധനം വരും. നമുക്ക് എപ്പോഴെങ്കിലും എഡിറ്റ് അത് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം. അതിനാണ് ന്യൂ ലെയർ ആക്കുന്നത്. കറണ്ട് ലെയർ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ന്യൂ ലെയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇന്നൊരു കൺട്രോൾ ഡി എച്ച് ഡീസെലക്ട് ചെയ്ത് പറഞ്ഞാൽ അവിടെ നിന്ന് ഫിൽ ആയിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ വഴി എന്ന് നോക്കാൻ നമുക്ക് ഇതിൽ നേരെ ക്ലോൺ സ്റ്റാമ്പ്, ഇതൊരു കോപ്പി എടുക്കാനുള്ളൊരു ടൂളാണ് കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതെടുക്കാം. ആദ്യം നമുക്ക് ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പറഞ്ഞ ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഇവിടെ ഒരു ക്ലോൺ ആയിട്ട് എടുക്കാം. എന്നിട്ട് ബ്രഷിൻ്റെ സൈസ് അതിനനുസരിച്ച് ചിലപ്പോൾ കൂട്ടൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ട് അവിടെ നിങ്ങൾ ഡ്രാഗ് ചെയ്ത് വിട്ട് പറഞ്ഞാൽ അവിടെ നിന്നുള്ള ഈ ഭാഗത്തുള്ളതിന് ക്ലോൺ ചെയ്തിട്ട് ഇവിടെ വരും. അതിനുശേഷം ഇത് ക്ലോൺ ചെയ്യാൻ അത് പോകുന്നില്ല. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ക്ലോൺ എടുത്തുകൊണ്ട് അത് ഇല്ല. ഇനി ഇതിപ്പോൾ ഈ ക്ലോൺ സ്റ്റാമ്പിൻ്റെ ഉപയോഗം വേറെയുണ്ട്. നമുക്ക് നമുക്ക് ഇതിൻ്റെ ഒരു ഓപ്ഷൻ നോക്കാം. ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആൾട്ട് ഉപയോഗിച്ചിട്ട് ഇതിനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതെടുത്ത് ഇവിടെ വെക്കുകയും ചെയ്യാം. കോപ്പി ആയിട്ട് ഇവിടെ ഇഷ്ടംപോലെ കോപ്പി ആയിട്ട് ആൾട്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. കോപ്പി ആയിട്ട് കറക്റ്റായിട്ട് കുറേ മൾട്ടിപ്പിൾ കോപ്പീസ് നമുക്ക് ഇവിടെ നമുക്ക് ക്ലോൺ ചെയ്തെടുക്കാം. ഇതൊക്കെയാണ് ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യുന്നത്. അതോ കോപ്പി എടുക്കുക, ഈ രണ്ടും ഉപയോഗിച്ചിട്ട് കോപ്പിയും ചെയ്യും, ചിലപ്പോൾ നമുക്ക് റിമൂവും ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ശരി.